നീ ആ സ്ത്രീയുടെ കാര്യം ഒരു അക്ഷരം മിണ്ടരുത്. കൊച്ചിനെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് അവരൊരു വോയിസിലിട്ടൊക്കെ പോയാൽ മതിയല്ലോ. ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരാ. അവരെ അങ്ങനെ എൻ്റെ കൈ ഇപ്പൊ കിട്ടിയിട്ടല്ലോ ഞാൻ വലിച്ചു കീറി പട്ടം പോലെ പറത്തും. എടി ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, നീ കേക്കൊന്ന്. സോറി എടി, ഞാനൊരു വികാരപൂരിത ഒരു വേടുണ്ടായിരുന്നല്ലോ. എന്ത് വരുന്നത്? എടി ഞാൻ നിന്നെ വാക്ക് പഠിപ്പിക്കാൻ വന്നതാണോ അതോ ഞാനൊരു കാര്യം പറയാൻ വന്നതല്ലേ? കേക്കൊന്ന്. എടി എടി സത്യം എനിക്ക് വാക്ക് അറിയായിരുന്നു. വികാരപൂരിത അറിയുന്ന വാക്ക് പറഞ്ഞാ പോരെ എന്റെ അവന്തി. അല്ലടി, അത് പിന്നെ നിനക്കറിയെങ്കിൽ പറഞ്ഞു തരുമോ എനിക്ക്? അയ്യോ കൊച്ചിക്കറിയോ? കൊച്ചിൽ കിടന്ന് കറിയുന്നേ ഇത് പറഞ്ഞേക്കെ എനിക്ക് പറഞ്ഞിട്ട് പോവാൻ. കേട്ടി കേട്ടി വികാര പരിവേശ ആയതാ. അയ്യോ എടി അതെന്തേലും ആവട്ടെ, നീ ഞാൻ പറയാൻ വന്ന കാര്യം ഒന്നും മര്യാദക്ക് കേക്ക്. പറ. ഞാൻ എന്താ പറയാൻ വന്നത്? വികാര പരവശ. അത് നീ പറഞ്ഞ കാര്യം. എടി ഞാൻ എന്തോന്നാ പറഞ്ഞത്? മറ്റേ കുഞ്ഞിന്റെ കാര്യം. കുഞ്ഞിന്റെ കാര്യം. എടി അപ്പൊ അതിന്റെ അമ്മ പറഞ്ഞല്ലോ കുഞ്ഞു ഇവിടെ ഉള്ള കാര്യം ആരെയും അറിയിക്കരുതെന്ന്. അപ്പോൾ നമുക്ക് ആ സ്ഥിതിക്ക് ഏതെങ്കിലും നല്ലൊരു സേഫ് ആയിട്ടുള്ള ഡേ കെയർ നോക്കിയിട്ട് കൊച്ചിനൊന്ന് ഏൽപ്പിച്ചാലോ? അത് വളരെ നല്ലൊരു തീരുമാനമാവും. അതാകുമ്പോൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയും വേണ്ട. കൊച്ചിനെ ആര് നോക്കുന്നുള്ള പേരില് നിനക്ക് അങ്ങനെ പരിചയം ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നമ്പറോ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് ആയിട്ട് എൻ്റെ കയ്യിലില്ല. അല്ലേ? ഞാൻ ഫോണിൽ നിന്ന് എൻ്റെ കയ്യിൽ താ. അയ്യോ സൂക്ഷിച്ച്. ഹലോ. എൻ്റെ പേര് ചാരുലത എന്നാണ്. കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. 1.5 വയസ്സ്. എന്താ? ആണോ? ഞാൻ ഹസ്ബൻഡിനോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാവേ. ഓ ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താടി നീ എന്തോ അന്തം വിട്ട് ഇരിക്കുന്നേ? എങ്ങനെ അന്തം വിടാണ്ടിരിക്കൂടി? അവരുടെ റേറ്റ് കേട്ടിട്ട് ഞെട്ടിപ്പോയതാ. എത്ര റേറ്റ്? 30,000 രൂപന്ന് ഒരു കൊച്ചിനെ ഡേ കെയറിലാക്കാൻ. 30,000, 30,000. നമ്മളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇത്ര 30,000 രൂപയോ? ശരിയടി, നടക്കട്ടെ കാര്യങ്ങൾ. എന്ത് നടക്കുന്ന കാര്യം? നീ എണീറ്റ് പോവാൻ. എടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടി ശരിയാവുക? നമ്മളൊന്നാമത്തെ ഇവിടെ കുറച്ചധികം പേരുണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി ഷെയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ഇടുകയോ ഷെയർ ചെയ്യാതിരിക്കുകയോ കൊച്ചിന് ഡേ കെയർ വിടുകയോ വിടാതിരിക്കുകയോ അതൊന്നും എൻ്റെയും ബാധിക്കുന്ന കാര്യമല്ല. ശരി, നീട്ട് പോയേ, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. ആക്ച്വലി ആവശ്യം നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. നീ ഇപ്പം തൽക്കാലം 30,000 കൊടുത്തെന്ന് വെച്ചോ. അതിൻ്റെ അമ്മ കറക്റ്റ് തിരിച്ച് വരാൻ നേരത്തെ അതിൻ്റെ അമ്മയുടെ നിന്ന് നമുക്ക് കുത്തിന് പിടിച്ചിട്ടാണെങ്കിൽ 30,000 തിരിച്ച് വാങ്ങിച്ചിട്ട് തരും. ഒന്നും കൂടെ പറഞ്ഞേ. കുറച്ച് വലുതാടി, റിപ്പീറ്റ് ചെയ്യും. എന്റെ കൈയുടെ കീഴിൽ നിന്നിട്ട് വെക്കോ. ആ തള്ളയ്ക്കുമില്ല കുഞ്ഞിനെ നോക്കാൻ വയ്യാണ് നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയത്. അവ വരുന്നവരാണ് ഇനി കൊച്ചിനെ എടുത്തോണ്ട് പോയിട്ട് പൈസ കൊണ്ട് തരാൻ പോണേ അല്ലേ? പോ തരും അങ്ങോട്ട് കയറി. പോടാ എന്റെ മുന്നിൽ നിന്ന്. അയ്യോ എന്റെ കണക്ക് 10,000 രൂപ. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ടടി. ഇനി ഒന്നും ആലോചിക്കാനില്ല. ദീപാവലി ആയിട്ട് 50 രൂപ നിന്റെ ചെറിയാനുണ്ടോ? ഉണ്ടോ പടക്കം മേടിക്കാനായിട്ട്? അതുപോലെ ഇല്ലാത്തവള് അവള് 30,000 കണക്ക് കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കുന്നേ. പടക്കം പോലെയാണോ ആ നിഷ്കോയ കൊച്ചു? എൻ്റെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കടി. മുഖം ആലോചിച്ചോണ്ട് ഞാൻ ഇതിലെങ്കിലും നിർത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ പറഞ്ഞേനെ. നീ എൻ്റെ മുന്നിൽ പോയേ. പോവാൻ വരട്ടെ. ഒരു പനീർ പുലാവിന് എത്ര രൂപ നിനക്കറിയാമോ? നോക്ക്, 210 രൂപ. ഇത്തിരി പോലെ സാധനത്തിന്. ആരിതൊന്ന് കഴിച്ചതാ? അപ്പൊ കഴിച്ചത് ഞാൻ തന്നെ. എന്തായാലും പൈസ പോയത് എൻ്റെ കയ്യിലല്ലേ? സ്വയം കഴിക്കണ സാധനത്തിന് ആരെങ്കിലും കണക്ക് പറയോടി? ഞാൻ പറയും. എടി ചുമ്മാ 210 യൂണിറ്റ് കൊടുത്തിട്ടാണ് ഞാൻ മതി. നിന്റെ അടുത്ത് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി. എന്റെ പൊന്നു ദൈവമേ, ഞാൻ ഏത് സമയത്താണോ ഈ സാധനത്തിന്റെ അടുത്ത് പറയാൻ വന്നത്? സ്വന്തം കഴിച്ച സാധനത്തിന് ഇത്രയും കണക്ക് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ടില്ല നീ പറഞ്ഞത്. എനിക്ക് കേൾക്കണ്ട. 30,000 രൂപയ്ക്കൊക്കെ വന്നേക്കുന്നു. എന്റെ ദൈവമേ.